സർ, കൊച്ചി നേവൽ ബേസിൽ ഒരു പാക് ചാരൻ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ അയാൾക്ക്? ഇയാള് ഈ ലീഡ് മെക്കാനിക് ആണ്. വിമാനവാഹിനിയുടെയും യുദ്ധക്കപ്പലുകളുടെയൊക്കെ പ്രധാനപ്പെട്ട മെക്കാനിക്കാണ് ഇയാള് ഉത്തർപ്രദേശിലെ ആഗ്ര, താജ്മഹലൊക്കെ ഉള്ള ആഗ്രയിലെ ചിപ്പൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്. ഇയാളുടെ പേര് വിശേഷമാണ്, ആദർശ് കുമാർ എന്നാണ് ഇയാളുടെ പേര്. വിളിക്കുന്നത് ലക്കി എന്നാണ്. ഇയാൾക്ക് 24 വയസ്സ്. ഇയാളെ പിടിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് ആൻറ്റി ടെറർ സ്ക്വാഡ് ATS ആണ് പിടിച്ചിരിക്കുന്നത്. അവിടെ വിവാഹം ചെയ്യാൻ പോയപ്പോഴാണ് ഇയാളെ പിടിച്ചത്. അപ്പോൾ ISI, പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ചാരസംഘടന ഹണി ട്രാപ്പിൽ പെടുത്തിയ ഒരാളാണ് ഈ ലക്കി. ഒരു സ്ത്രീയെ ഇടയ്ക്ക് നിർത്തി കൊടുത്തിട്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്ത് പെട്ടുപോയ ഒരു ആദർശശാലിയായ ചെറുപ്പക്കാരൻ. അപ്പോൾ 3 വർഷം മുമ്പ് ഈ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഇതിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണി കൊച്ചിയിൽ 1 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡ് മെക്കാനിക്ക് 3 വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഈ ചാരയുവതിയുമായിട്ട് ബന്ധപ്പെടുന്നത്, ഇയാൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇയാൾ ഹണി ട്രാപ്പിൽ വരുന്നതെന്നാണ് ഈ നമ്മുടെ ATS പറയുന്നത്. നമ്മുടെ മറ്റ് അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പിന്നീട് ഈ യുവതിക്ക് ഈ വിമാനവാഹിനിയുടെ യുദ്ധക്കപ്പലിൻ്റെ മറ്റ് കപ്പലുകളൊക്കെ ഉണ്ടല്ലോ, ഇയാളുടെ പണി ഇതായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ, വീഡിയോ, പിന്നെ രേഖകൾ ഇതൊക്കെ പങ്കുവെക്കാൻ തുടങ്ങി. ആദ്യം ഈ ഇൻസ്റ്റയിലൊക്കെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് വാട്സാപ്പിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്തു. പിന്നെ വാട്സാപ്പിലായി ഈ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഈ ദക്ഷിണ കമാൻഡിൽ, നമ്മുടെ സദേൺ കമാൻഡ് നേവിയുടെ ഇവിടെ ഡോക്ക് ചെയ്തിരിക്കുന്ന കപ്പലുകൾ, ഇവിടെ പല കപ്പലുകളും വരുമല്ലോ നേവിയുടെ, ആ കപ്പലുകളുടെ മുഴുവൻ എന്ന് പറഞ്ഞാൽ യുദ്ധക്കപ്പലുകളുടെയൊക്കെ വിവരങ്ങളൊക്കെ ചോർത്തി പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു ദേശസ്നേഹി ആണ് അദ്ദേഹം. അപ്പോൾ ഫെബ്രുവരിയിലാണ് വിവാഹം ഈ ആദർശ് കുമാറിൻ്റെ നടന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ മറ്റേത് വേറെ, ഹണിട്രാപ്പ് വേറെ. ഇത് അയാളുടെ നാട്ടിൽ വിവാഹമൊക്കെ ഫെബ്രുവരിയിൽ വിവാഹം. ഇയാൾ 3 ആഴ്ച വിവാഹ അവധിക്ക് നാട്ടിൽ പോയി. അപ്പോഴാണ് അവിടെ ആൻറ്റി ടെററിസം സ്ക്വാഡ് ഇയാളെ പിടിക്കുന്നത്. കാരണം അവിടുത്തെ ആൻറ്റി ടെററിസം സ്ക്വാഡിനാണ് ഇയാളെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിരുന്നത്. മാർച്ച് 14-ാം തീയതി ഈ ദിവസങ്ങളിൽ ഇയാൾ തിരികെ ഇവിടെ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു കൊച്ചിയിൽ ജോലിക്ക്. ആ അവസ്ഥയിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. അതിഭീകരമായ ഈ ഭീകരതയാണ് അപ്പോൾ ഇയാൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ടെററിസ്റ്റ് എന്ന് പറയാവുന്നതാണ്. കാരണം അവർ ഇയാളെ ഭീകരതയിലേക്ക് മതം മാറ്റി കഴിഞ്ഞതാണല്ലോ. ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ഇതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഒക്കെ ഇവിടെ വന്ന് പല പടങ്ങൾ, നേവൽ ബേസിന്റെ അടക്കം പല പടങ്ങളും ഒക്കെ എടുത്ത് പാകിസ്ഥാന് നൽകി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരം അതായത് ചാരന്മാർ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് സുലഭമായി വരുന്നത് എന്തുകൊണ്ടാണ്? നേവിയിൽ നിന്ന് നേരത്തെ ഈ കൊച്ചി ഷിപ്പ്യാർഡിൽ നിന്നുമൊക്കെ നേരത്തെ തന്നെ ചാരന്മാരെ പിടിച്ചിട്ടുണ്ട്. അതിൽ ഒരാള്, എനിക്ക് അയാളുടെ പേര് ഓർമ്മയില്ല, ഒരാൾ മലയാളിയായിരുന്നു എന്നും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഈ ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ എന്ന് ധന്യ പറഞ്ഞത് ജ്യോതി മൽഹോത്ര പഞ്ചാബില് അവര് ഇൻഫ്ലുവൻസർ ഈ വിധവകളുടെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അത് മറ്റേ പാകിസ്ഥാൻ്റെ ഒരു ഡിപ്ലോമാറ്റ് എംബസിയിൽ ഉണ്ടായിരുന്ന ഒരാളുമായിട്ട് ഇവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക, അയാൾ വിവാഹ വാഗ്ദാനം കൊടുക്കുക, എന്നിട്ട് ഇവര് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോന്നിൻ്റെയൊക്കെ ചിത്രമൊക്കെ എടുത്തൊക്കെ കൊടുക്കുക. ഈ ജ്യോതി മൽഹോത്ര ഇവിടെ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് നമ്മുടെ ടൂറിസം വകുപ്പ് കൊണ്ടുവന്നതാണ്. അവർ ഏഴിമലയിലൊക്കെ പോയി ചിത്രമൊക്കെ എടുത്തിരുന്നു, മൂന്നാർ പോയിരുന്നു, കൊച്ചിയിൽ വന്നിരുന്നു, കണ്ണൂർ കുറച്ച് അധികം പ്രദേശങ്ങളൊക്കെ അവർ സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല
ആ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കശ്മീരിലുള്ള ഒരു ASI, നമ്മുടെ ഈ അതിർത്തി ഒക്കെ സംരക്ഷിക്കേണ്ട ചുമതലയൊക്കെ ഉള്ള ഒരു ASI, സബ് ഇൻസ്പെക്ടർ, അയാള് ഈ പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞു. ഇയാള് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടാണ് ഇയാൾ പിടിയിലാകുന്നത്. അങ്ങനെ അയാൾ ഇരിക്കോളം ഈ ASI അങ്ങോട്ട് വിവരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇതിനേക്കാൾ ഞെട്ടിക്കുന്നത് ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ IFS ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇസ്ലാമാബാദിൽ നമ്മുടെ എംബസിയിൽ, ഇന്ത്യൻ എംബസിയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, 54 വയസ്സുണ്ടായിരുന്നു അവർക്ക് ഒരു പാകിസ്ഥാൻകാരൻ ഇങ്ങനെ റിവേഴ്സ് ഹണി ട്രാപ്പ് വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് പിന്നെ ഇയാളുടെ കൂടെ ജീവിക്കാം എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ഈ നമ്മുടെ എംബസിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ IFS അവരങ്ങോട്ട് വിവരങ്ങൾ കൈമാറാൻ തുടങ്ങി. കഴിഞ്ഞ കൊല്ലവും മറ്റുമാണ് ഇവരുടെ കേസിൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമൊക്കെ ആയത്. മുമ്പ് കൂമർ നാരായണൻ എന്നൊക്കെ പറഞ്ഞിട്ടേ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നമ്മൾ അക്കാലത്തൊക്കെ ചാരന്മാരെയൊക്കെ പറ്റി അപൂർവമായിട്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ കൂമർ നാരായണൻ പിടിയിലായപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോഴും ഞാൻ പേരൊക്കെ ഓർക്കുന്നത്. കുമാർ എന്നല്ല, കൂമർ എന്നാണ് വന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പം നമുക്ക് ഈ ചാരന്മാരുടെ എണ്ണമൊക്കെ ഈ ആലുവക്കാരനായിട്ടുള്ള ഒരാൾ മറ്റേ ഗ്രൗണ്ട് ക്രൂ വിമാനത്തിൽ മുമ്പ് സിമിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ക്രൂവോ മറ്റുമൊക്കെ ആയിരുന്നതാണ്. പിന്നെ അയാൾ ഫുൾ ടൈം ഭീകരവാദിയായി പാകിസ്ഥാനിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തിരുന്നു, ഈ ആലുവയിൽ നിന്നൊരാൾ. പിന്നെ ഈ തഹൂർ റാണ വലിയ ഭീകരനാണല്ലോ. മുംബൈ സ്ഫോടനത്തിൻ്റെ ഒക്കെ പിന്നാലെ ആ ഹെഡ്ലിയുടെ ഒക്കെ സുഹൃത്തൊക്കെ ആയിരുന്ന ഒരുത്തനാണ് ഈ തഹൂർ റാണ. അയാൾ കൊച്ചിയിൽ വന്ന് ടാജിലൊക്കെ താമസിക്കുകയൊക്കെ ചെയ്തിരുന്നില്ലേ. എന്നിട്ട് ഇവിടുന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്തൊരു ഹിന്ദുവായിട്ടുള്ള ഒരു നഴ്സിനെ മറ്റൊരു മുസ്ലിം കല്യാണം കഴിച്ച് രണ്ടുപേരും ബ്രിട്ടനിൽ പോയിട്ട് പിന്നീട് ഈ കുട്ടിയെ IS ചേരാൻ പ്രേരിപ്പിച്ച ഒരു കേസും സമീപകാലത്തുണ്ടായിരുന്നു. ഈ നമ്മുടെ ഏജൻസികളുടെ ഒരു ശ്രദ്ധ കുറവാണോ ഇത്തരത്തിൽ? ഈ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് നമ്മുടെ പല സുരക്ഷ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടേക്ക് അയച്ചു കൊടുത്തിട്ട് ഏറ്റവും ഒടുവിലാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സുരക്ഷ വീഴ്ച എന്ന് പറയാനായിട്ട് പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചാവേറാകാൻ തീരുമാനിച്ചാൽ, നമ്മളിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെയൊക്കെ കൊന്നിട്ടില്ലേ, സുരക്ഷയ്ക്ക് ഒരു ക്ഷാമമില്ലാത്തൊരു സ്ഥലമല്ലേ ഈ അമേരിക്ക. നമ്മളൊക്കെയാണ് മോശം എന്നല്ലേ ഈ രാഹുൽ ഗാന്ധി പറയുന്നത്. ചൈനയിലാണ് ഏറ്റവും വലിയ സുരക്ഷ എന്നാണ് രാഹുൽ ഗാന്ധി ഒക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കെന്നഡി ഓസ്വാൾഡ് കൊന്നത് എങ്ങനെ? ലീ ഹാർവേ ഓസ്വാൾഡ് എന്ന് പറഞ്ഞ ആള് കെന്നഡിയെ കൊന്നാണ്. അപ്പോൾ ഓസ്വാൾഡ് ഇവിടെ വന്നിട്ടുണ്ട്, ഇയാൾ കുഴപ്പം പിടിച്ച ആളാണെന്നൊക്കെ ഉള്ളത് അന്ന് അവിടുത്തെ CIA-ക്കും FBI-ക്കും ഒക്കെ അറിയാമായിരുന്നു ഇയാൾ. എന്നിട്ട് എങ്ങനെ നടന്നു? അതുകൊണ്ടാണ് ഈ കെന്നഡി വധത്തിൻ്റെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള രേഖകൾ ട്രംപ് ഇത്തവണ വന്നു കഴിഞ്ഞപ്പോൾ പുറത്തിറക്കും എന്നൊക്കെ വാഗ്ദാനമൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. അടുത്ത കാലത്തൊക്കെ അത് പുറത്തു വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ ചില ആളുകളെയൊക്കെ വേറെ ചില ആളുകൾ പ്രേരിപ്പിച്ച് ഇങ്ങനെ ഇറക്കി വിടുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയമൊക്കെ വരും. ചാവേറായിട്ട് ഇറങ്ങുന്ന ആളുകളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വട്ടിയൂർക്കാവില് ഭാഷ എന്ന് പറഞ്ഞൊരുത്തനില്ലേ, ഭാഷ എന്ന് പറഞ്ഞിട്ടൊരു ഭീകരൻ, അയാളും ഇന്ത്യയിലുള്ള ഈ IS-ഉം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭീകരനാണ്. അയാളവിടെ പോലീസ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടാണ് കാറിൽ നടന്നുകൊണ്ടിരുന്നത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് അയാള് ഒരു മലയാളി യുവതിയെ, മുസ്ലിം യുവതിയെ വിവാഹം ചെയ്തിരുന്നത്. തമിഴ്നാട്ടിൽ വേറെ ഭാര്യയുമൊക്കെ ഉണ്ടെങ്കിലും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു ആളുടെ ചിന്ന വീട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഇവരുടെ പ്രവർത്തനം നടക്കുന്നത്. സ്ലീപ്പർ സെല്ലുകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇവരെല്ലാവരെയും അറിയിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. കേരളം പിന്നെ ഇതിനെല്ലാത്തിനും മാതൃകയായിട്ടുള്ള ഒരു സ്ഥലമാണെന്നല്ലേ പറയുന്നത്.
മറ്റേ മൊണാലിസയെ കെട്ടിയവനും പറഞ്ഞില്ലേ ഇതൊക്കെയാണ്. എലത്തൂരില് മറ്റേ ട്രെയിനിന് ബോംബ് വെക്കാൻ വന്നവനും കേരളമാണ് ഇതിന് സുരക്ഷിതമായ സ്ഥലം എന്നല്ലേ അവന്റെ അഭിപ്രായം. അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ സുരക്ഷിതമായ സ്ഥലങ്ങളും ഒക്കെ സംസ്ഥാനങ്ങളും ഒക്കെ പല സ്ഥലത്തും കാണും. സുരക്ഷിതമായ സ്ഥലങ്ങൾ. എലത്തൂർ അയാൾക്ക് വന്നിട്ട് ഒരു ബന്ധമില്ലാതെ അയാൾക്ക് അവിടെ വന്നിട്ട് ബോംബ് വെക്കാൻ പറ്റുമോ? ഇല്ല. വേറെ ആരെയും പിടിച്ചില്ല അതിനകത്ത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ചാരന്മാരുടെയൊക്കെ പ്രവർത്തനം. അവര് ഈ സ്ലീപ്പർ സെല്ലുകൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ കാണും. പട്ടാളത്തിന്റെ അകത്ത് കാണും, ഈ പോലീസിന്റെ അകത്ത് കാണും. പോലീസിന്റെ അകത്ത് പച്ച വെളിച്ചം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇല്ലേ. അപ്പൊ ഇതൊക്കെ കാരണം ഈ പണത്തോടും പെണ്ണിനോടും ഒക്കെ താല്പര്യം വരുമ്പോഴാണ് ഇങ്ങനെ വഴിതെറ്റി പോകുന്നത്. ഇയാളെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ഇയാൾ ഈ ചിത്പൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ യുവാക്കളുടെ മാതൃകാ പുരുഷനാണ് ഈ ലക്കി എന്ന് പറഞ്ഞ ആള്. അവിടെ യുവാക്കൾക്ക് വലിയ മാതൃകയാണ്. ഇയാൾക്ക് ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് വിശ്വാസം വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു യുവാവിനെയാണ് അവര് പാകിസ്ഥാൻ തെരഞ്ഞു പിടിച്ച് എന്ന് പറഞ്ഞാൽ സംശയിക്കുകയില്ല. വലിയ ദേശാഭിമാനി എന്നൊക്കെ പറഞ്ഞു നടക്കും. ഇവിടെ അതൊന്നും അല്ലാതെ ചാരന്മാരല്ലാത്ത ആളുകളും ഒക്കെ നമ്മൾ മാർക്സിസ്റ്റുകളെ നോക്ക്, അവര് മറ്റേ ഇന്തിഫാദ, കലിമ എന്നൊക്കെയല്ലേ പേരിടുന്നത്. ഇത് കൂടുതൽ എന്ത് വേണം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.